യൂണിവേഴ്സിനെ എല്ലാം സൃഷ്ടിച്ച ദൈവമായിട്ട് കാണാം. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും പോലെ എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും അറിയുകയും പ്രത്യേകിച്ച് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ടും കാണാം. ദൈവമായിട്ട് കാണുമ്പോഴാണ് നമ്മൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നത്. നിങ്ങൾ അതിനോട് പ്രാർത്ഥിക്കും, അപേക്ഷിക്കാൻ ആരംഭിക്കും. കൂടുതലും അതൊരു തരം ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള കണക്ഷനാണ് ഉണ്ടാവുക. പക്ഷെ നമ്മളിൽ ഒരാളായിട്ട്, നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട്, ഒരു ഗൈഡായിട്ട് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ദെൻ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മഹാശക്തി നമ്മളുടെ ഒപ്പമുണ്ടാവും. നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ പറയുന്ന എല്ലാ സംഭവങ്ങളെയും മിസ്റ്റേക്ക് ഇല്ലാതെ അതിനെ മനസ്സിലാക്കാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനും സാധിക്കും. നമ്മളോട് ഒരു ട്രസ്റ്റ് ഫോം ആവും. ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മൾക്ക് എല്ലാ ജന്മങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരു സോൾമേറ്റ് എന്ന രീതിയിലും യൂണിവേഴ്സിന് ആവശ്യമുണ്ട്. സോ എങ്ങനെ ഈ ഒരു ആഴത്തിൽ യൂണിവേഴ്സുമായി ഒരു ടെലിപ്പതി കണക്ഷൻ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ ഇതുവരെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച എല്ലാ ടെക്നിക്സും ഒന്ന് ഓർത്ത് നോക്കുക. അതിലെല്ലാം വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അഫർമേഷൻ ഉണ്ടാവും. ഇവിടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ തന്നിട്ടുണ്ട്, ലെറ്റർ, യൂണിവേഴ്സിനൊരു കത്ത് എഴുതുന്ന പോലെ. അതിനും വേർഡ്സ് ഉണ്ട്. ഇനി അല്ലാതെ നിങ്ങളിപ്പോൾ വിഷ്വലൈസേഷൻ ഉപയോഗിച്ചാൽ പോലും സ്റ്റിൽ അവിടെ നിങ്ങൾക്ക് തോട്ട്സ് ഫോം ആവാൻ വാക്കുകളുടെ ആവശ്യമുണ്ട്. ഈ വാക്കുകൾക്ക് വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് വാക്കിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ലൗഡ് വൺസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് അവരോട് ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഒരു വഴക്ക് നടന്നു, നിങ്ങളുടെ ഉള്ളിൽ എന്താ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് മറ്റേ ആൾക്ക് മനസ്സിലാവാറുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താ? വാക്കുകളാണ് ഈ രണ്ടുപേരും ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ആ പേഴ്സണ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് അനുഭവിക്കുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഗ്രാസ്പ് ആവുമില്ല. വളരെ ചുരുക്കം ചിലരെ അങ്ങനെയുള്ളൂ. അല്ലാത്ത എല്ലാ സമയത്തും വാക്കുകളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു കണക്ഷൻ്റെ സ്ട്രെങ്ത്തിനെ. ഞാനൊരു വാക്ക് ഉപയോഗിച്ചു, അത് കേൾക്കുന്ന ആൾക്ക് വേറെന്തോ മീനിങ് ആണ്, തെറ്റിയില്ലേ? സോ അതാണ് വാക്കുകളുടെ ലിമിറ്റേഷൻ. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് 100% അക്യുറസിയോടെ ഒരിക്കലും മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതേപോലെ തന്നെയാണ് യൂണിവേഴ്സിൻ്റെ കാര്യം. നിങ്ങൾ വിഷ്വലൈസേഷൻ ഉപയോഗിച്ചാലും അഫർമേഷൻ ഉപയോഗിച്ചാലും ഇനി ഇതേപോലെ എന്തെങ്കിലും വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാലും യൂണിവേഴ്സിന് അത്രത്തോളം ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ട്, ഈ സൃഷ്ടിയെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻ്റലിജൻസ് ആയതുകൊണ്ട് മനസ്സിലാവും. പക്ഷെ എന്നാലും നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ മാനിഫെസ്റ്റേഷൻ ആവശ്യം, ഇതൊന്നും അതിന് അറിയില്ല. സോ ഇതുകൊണ്ടാണ് യൂണിവേഴ്സിനോടൊരു ദൈവം എന്ന കണക്ഷൻ സ്ഥാപിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു ഫ്രണ്ടായിട്ടോ ഗൈഡായിട്ടോ നിങ്ങളെ പോലെ തന്നെ എല്ലാ ചിന്തകളും ഇമോഷൻസും ഹാർട്ടും ജീവനൊക്കെയുള്ള ഒരു ബീയിങ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫോം എ കണക്ഷൻ, അല്ലേ? ദൈവം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വലുത് ചെറുത് നായി ഒരു സുപ്രീം ബീയിങ്ങും നമ്മൾ എന്തോ വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ബീയിങ് എന്ന് സബ് കോൺഷ്യസ്ലി നമ്മൾ അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. പക്ഷേ ഗൈഡോ ഫ്രണ്ടോ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടോ നമ്മൾ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നൗ ദിസ് ഈസ് എ സോൾ കണക്ഷൻ. ഓട്ടോമാറ്റിക്കലി ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. പിന്നെ യൂണിവേഴ്സിനെ ഓൾറെഡി അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞവർക്ക് നന്നായിട്ട് അറിയാം. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന വളരെ ഓപ്പണായ ഒരു ശക്തിയാണ് ഈ യൂണിവേഴ്സൽ ഫോഴ്സ്. അപ്പോൾ അതിനോട് നിങ്ങൾക്ക് ഇത്തരം ഒരു കണക്ഷൻ സ്ഥാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡിസയർ ആവശ്യമുണ്ട്, അതിന് പിന്നിലുള്ള വൈ എന്ന ചോദ്യം ഉണ്ടല്ലോ, യൂണിവേഴ്സിന് നിങ്ങൾ പറയാതെ തന്നെ, വാക്കുകൾ ഉപയോഗിക്കാതെ തന്നെ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരിച്ചറിയാൻ സാധിക്കും. ദെൻ ഇറ്റ് ഈസ് ഈസി. അവിടെ മുതൽ പിന്നെ മാനിഫെസ്റ്റേഷന് വേണ്ടി നിങ്ങൾ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. നൗ യൂണിവേഴ്സ് നോസ് വൈ യു വാണ്ട് എ സർട്ടൻ ഡിസയർ. കാരണം ഇവിടെ ഒരു സോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. സോൾമേറ്റ് കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ടെലിപ്പതി എന്നുള്ള എബിലിറ്റി ആയിരിക്കും. ടെലിപ്പതി വേർഡ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഒരു മൈൻഡ് റീഡിങ് പോലെയാണ്. എൻ്റെ മനസ്സിലുള്ള തോട്ട്സും ഇമോഷൻസും എൻ്റെ ഇന്നർ സ്റ്റേറ്റും മറ്റൊരു വ്യക്തിയുടെ മനസ്സിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, വാക്കുകൾ ഉപയോഗിക്കാതെ. ഇതാണ് ടെലിപ്പതി. യൂണിവേഴ്സിൻ്റെ ഭാഷയാണ് ടെലിപ്പതി. മനുഷ്യർക്ക് ലാംഗ്വേജ് ഉണ്ട്, അല്ലേ? വേർഡ്സാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ യൂണിവേഴ്സിൻ്റെ ഭാഷയാണ് ടെലിപ്പതി. സോ അത് ഉപയോഗിക്കുമ്പോഴാണ് വാക്കുകളെക്കാളും കൂടുതലായിട്ടും നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാൻ പറ്റുക, നിങ്ങളുടെ ചരിത്രം അറിയാൻ പറ്റുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റേഷൻ ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്താണ് എന്ന് പ്രപഞ്ചത്തിന് മനസ്സിലാക്കാൻ സാധിക്കുക. വാക്കുകളല്ല, വാക്കുകളും പറ്റും, പക്ഷെ എന്നാലും
ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ടെലിപ്പതിയാണ്. നൗ ഹൗ ടു ഡു ഇറ്റ്, എങ്ങനെ ചെയ്യണം? സിമ്പിളാണ്. ഞാനൊരു എക്സാമ്പിൾ സഹിതം ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് വിചാരിക്കുക. പക്ഷേ ഞാൻ അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, ഒരു വാക്ക് ഉപയോഗിക്കരുത്, വേർഡ്സ് ഉപയോഗിക്കരുത്, സംസാരിക്കരുത്, അങ്ങനെ ഒന്നും ഹ്യൂമൺ ആയിട്ടുള്ള ഒരു സംഭവം ഉപയോഗിക്കരുത്. ലെറ്റേഴ്സ് അല്ല, ടെക്സ്റ്റിംഗ് അല്ല, ഫോൺ കോൾ അല്ല, ഒന്നുമല്ല. രണ്ടുപേരും ഓപ്പോസിറ്റ് ഇരിക്കുക, കണ്ണടയ്ക്കുക, എന്നിട്ട് രണ്ടുപേരും മറ്റ് വ്യക്തിയുടെ മീൻസ് ആ അതർ പേഴ്സണിൻ്റെ എനർജി ഫീൽ ചെയ്യുക, ആ വ്യക്തിയുടെ എക്സിസ്റ്റൻസ് അനുഭവിക്കുക. നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ആ ഒരു ലൗഡ് വണ്ണിൻ്റെ പ്രസൻസ് മാത്രം ഫീൽ ചെയ്യുക, വാക്കുകളൊന്നും വേണ്ട. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതേ സംഭവം നിങ്ങളൊരു ചെടിയുടെ മുമ്പിലോ ഒരു മരത്തിൻ്റെ ഫ്രണ്ടിലോ ഇരിക്കുക, കണ്ണടയ്ക്കുക, എന്നിട്ട് ആ മരത്തിൻ്റെ എനർജി, അതിൻ്റെ എക്സിസ്റ്റൻസ് മാത്രം ഫീൽ ചെയ്യുക. അതിനോടൊന്നും വേർഡ്സ് ഉപയോഗിക്കേണ്ട, അത് ഏത് മരമാണ് അങ്ങനെയൊന്നും നോക്കണ്ട, കണ്ണടയ്ക്കുക, അതിനെ അങ്ങ് ഫീൽ ചെയ്യുക. സൃഷ്ടിയുടെ ആ ഒരു പ്രാണിക് എനർജിയെ അനുഭവിക്കാൻ ശ്രമിക്കുക. എഗെയിൻ ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എനർജി ഫീൽ ചെയ്യാൻ സാധിക്കും. ഇതാണ് പ്രപഞ്ചത്തോട് സോൾ കണക്ഷൻ എന്ന് ഞാൻ പറയാനുള്ള അർത്ഥം. വാക്കുകൾ, ഇഷ്ടമുള്ള രണ്ട് വ്യക്തികളുടെ ഇടയിൽ വാക്കുകൾ അവസാനിച്ചാൽ തന്നെ കണക്ഷൻ സ്ട്രോങ് ആവും, ശരിയല്ലേ? അപ്പോൾ പിന്നെ യൂണിവേഴ്സിൻ്റെ കാര്യം പറയണോ? ദാറ്റ്സ് ഇറ്റ്. രാത്രി കാലങ്ങളിൽ ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ ഫോണോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഓപ്പണായ സ്ഥലത്ത് പോവുക, സ്കൈയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോവുക, കണ്ണടയ്ക്കുക. നിങ്ങൾ വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട, ഒരു റിക്വസ്റ്റും ചെയ്യണ്ട, പ്രാർത്ഥിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. കണ്ണടയ്ക്കുക, ഫീൽ ദ യൂണിവേഴ്സ്. നിങ്ങളുടെ മുൻപിൽ ഒരു ലൗഡ് വൺ ഇരിക്കുന്ന പോലെ തന്നെ പ്രപഞ്ചം അവിടെ വ്യാപിച്ച് കിടക്കുകയാണ്, നിങ്ങളുടെ മുൻപിൽ ഓപ്പണായിട്ട് നിൽക്കുകയാണ്. നൗ ഫീൽ ദ എക്സിസ്റ്റൻസ്. ആ കണക്ഷൻ നിങ്ങൾ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു 5-10 മിനിറ്റ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ടെലിപ്പതി കണക്ഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. സഡൻലി നിങ്ങൾക്ക് ഒരു കാരണമില്ലാതെ സന്തോഷം വരും, ഒരു മുഖത്തൊക്കെ ഒരു ചിരി വരും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പണ്ട് നടന്ന ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരും. സന്ധ്യാസമയത്തൊക്കെ ആകാശം നോക്കിയിരിക്കുമ്പോൾ, രാത്രി നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തനിയെ ഒരു സ്മൈൽ വരാറുണ്ട് അല്ലേ? കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ, ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നത് കൊണ്ടാണ് ഈ ഫീലിംഗ് വരുന്നത്, അല്ലാതെ വരില്ല. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിനോട് ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു ഡിസയർ പറയണമെന്നുണ്ടെങ്കിൽ, ഒരു മാനിഫെസ്റ്റേഷൻ ആവശ്യമുണ്ട്, അതാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് ടെലിപ്പത്തിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫീലിങ്സ് മാത്രം മനസ്സിലൂടെ കൊണ്ടുപോകാം. വേർഡ്സ് ഉപയോഗിക്കരുത്. എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത്, ഇതുകൊണ്ടാണ് ഞാനത് വേണമെന്ന് പറയുന്നത്, അങ്ങനത്തെ വാക്കുകളോ തോട്ടുകളോ ഒന്നും ഉപയോഗിക്കാതെ അതിനെ ഫീൽ ചെയ്യാം. ആ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് വേണം, ദാറ്റ് ഫീലിംഗ് അത് ക്രിയേറ്റ് ചെയ്യാം. അത് ലഭിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, ആ ഫീലിംഗ് അത് അഗൈൻ ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ പോസിറ്റീവ്ലി ആരോഗ്യകരമായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ഇതും ഫീലിംഗ് മാത്രം കൊണ്ടുവരിക. ഇവിടെ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ പോലും കാണാത്ത പല കാര്യങ്ങളും യൂണിവേഴ്സ് കാണാൻ ആരംഭിക്കും. വാക്കുകൾക്കപ്പുറമുള്ള ഈ രണ്ടു പേരുടെയും കണക്ഷൻ കാരണം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ആ ഒരു ആവശ്യങ്ങളെ കാണാൻ ആരംഭിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരുപാട് കാലമേ എനിക്കിത് വേണം വേണം, എനിക്ക് മാനിഫെസ്റ്റേഷൻ വേണമെന്ന് പറയാനുള്ള വൈ, എന്തുകൊണ്ട് എന്നുള്ള ഉത്തരം യൂണിവേഴ്സിന് വ്യക്തമായിട്ട് മനസ്സിലാവും. നൗ ഈ സെക്കൻഡ് മുതൽ മാനിഫെസ്റ്റേഷൻ സ്പീഡാവാൻ തുടങ്ങും. കാരണം പലർക്കും ഈ വൈ ആണ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാത്തത്. ഇപ്പം ഞാൻ മുൻപ് ചെയ്തൊരു വീഡിയോയിൽ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർക്കും അത് കറക്റ്റായി ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്താ, നിങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് അറിയുന്നില്ല. ചിലപ്പോൾ ഫീലിങ്സ് ഉള്ളിലുണ്ടാവും, കറക്റ്റായിട്ടുണ്ടാവും, വാക്കിൽ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല. ഇത് യൂണിവേഴ്സിന് പ്രശ്നമേ അല്ല. നിങ്ങൾ വാക്ക് ഉപയോഗിക്കേണ്ട, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ ടഫാണ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങളത് ഫീൽ ചെയ്താൽ തന്നെ, നിങ്ങളത് അനുഭവിക്കുമ്പോൾ തന്നെ, ഇപ്പം നമ്മൾ അമ്പലത്തിലെ ഉള്ളിൽ പോയിട്ട് നമ്മൾ കരയാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മളെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാണ്. റിക്വസ്റ്റുകളൊന്നും വെക്കാതെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരാണ്. സെയിം തിങ് അത് യൂണിവേഴ്സായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനെല്ലാം മനസ്സിലാവും. എവറിത്തിങ് അബൌട്ട് യുവർ ഡിസയർ ഇറ്റ് വിൽ നോ. ഇവിടെ നിന്നാണ് ലൈഫ് മാജിക്കൽ ആവുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പല തരത്തിലുള്ള ഗൈഡൻസ് കിട്ടുന്നത്. മാനിഫെസ്റ്റേഷൻ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ജനറലി ജീവിതം എന്ന് എടുത്താൽ പോലും
എല്ലാ തരം സൂപ്പറായിട്ടുള്ള ഗൈഡൻസും നമ്മുടെ ജീവിതത്തിൽ മാജിക്കൽ മൊമെന്റ്സ് എന്ന് പറയുന്നില്ലേ, മിറാക്കിൾ എന്ന് പറയുന്നില്ലേ, ഇത് മുഴുവൻ സംഭവിക്കുന്നതും ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് ഒന്നും കൂടെ നിങ്ങളൊന്ന് ലൈഫിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീക്കസ്റ്റ് ടൈംസ് എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് യൂണിവേഴ്സായിട്ട് ഡീപ്പായിട്ട് കണക്റ്റ് ആവും. ആകാശം നോക്കിയിട്ടോ രാത്രിയോ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യല്ല, അവിടെ ഒരു കണക്ഷൻ സ്ഥാപിക്കപ്പെടും. ആ ഒരു ചലഞ്ചസ് കാരണം അടുത്ത ദിവസം തന്നെ ലൈഫിൽ ഒരു മാജിക് സംഭവിക്കും, അല്ലേ? ഒരു ട്രാൻസ്ഫോർമേഷൻ വരും. എത്രയോ മനുഷ്യർക്ക് അനുഭവം ഉള്ളതാണ്. വൈ? ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഫീൽ ചെയ്യുന്നു, സോൾ കണക്ഷൻ സ്ഥാപിക്കപ്പെടുന്നു, നിങ്ങളെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു. നൗ ഇത് ഓൾറെഡി ചെയ്തവരുണ്ടാവും. ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം? ശരിക്കും നിങ്ങൾ യൂണിവേഴ്സായിട്ടൊരു സോൾ കണക്ഷൻ ഫോമായി എന്നുള്ളതും അത് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെ നമുക്കൊരു പ്രൂഫ്, അല്ലേ, ഒരു എവിഡൻസ് വെച്ച് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? എഗെയിൻ ഇതും വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ലൈഫ് എത്രത്തോളം പീസ്ഫുൾ ആവുന്നു എന്ന് നോക്കിയാൽ മതി. ഈ കണക്ഷൻ, ഈ ഒരു ടോക്ക് നടത്തുന്നതിന് മുൻപ് നിങ്ങൾ ഏതിലൂടെ കടന്നുപോയി, എത്രത്തോളം ചലഞ്ചസ് ലൈഫിലുണ്ടായിരുന്നു, നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു, ദെൻ ഒരു രാത്രി ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ ചലഞ്ചസിന് എന്ത് പറ്റി, അല്ലെങ്കിൽ ജനറലി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് എത്ര പീസ്ഫുള്ളായി. നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം മൂവ്മെൻറ്റുകൾ വന്നു. സ്റ്റക്കായി കിടക്കുന്ന ആ ഒരു സാധനത്തിൽ ചെറിയൊരു മൂവ്മെൻറ്റ് വന്നാൽ പോലും അതിനൊരു എവിഡൻസ് ആണ് ദാറ്റ് യൂണിവേഴ്സ് ഈസ് സ്റ്റാർട്ടിങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. ഈ രണ്ടുപേർ തമ്മിലൊരു ടെലിപ്പതിക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ഇനി അല്ലാതെ നോക്കുകയാണെങ്കിലും ലൈഫിൽ പെട്ടെന്ന് നല്ല നല്ല ഷിഫ്റ്റുകൾ സംഭവിക്കും, മാജിക്കൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് സംഭവിക്കും. പെട്ടെന്ന് പ്രകൃതി നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. ഇന്നലെ വരെ നോർമലായിരുന്നു, പക്ഷെ ഇന്ന് മുതൽ പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും, ഒരു ചെറിയ ചെടിയാണെങ്കിലും ഒരു പുല്ലാണെങ്കിലും ആകാശമാണെങ്കിലും നക്ഷത്രങ്ങളാണെങ്കിലും ക്ലൗഡ്സ് ആണെങ്കിൽ പോലും ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇന്നലെ കണ്ടത് തന്നെയാണ് ഇന്നും കാണുന്നത്, പക്ഷെ എന്തോ എനിക്കതൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ദർ ഇസ് സോ മച്ച് ബ്യൂട്ടി. എന്തെന്നറിയാത്തൊരു ആഴം എനിക്കതിനോട് വരുന്നു. ഇതാണ് നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഇമോഷൻസ്. ഇതാണ് എവിഡൻസ് ദാറ്റ് ദർ ഈസ് എ സോൾ കണക്ഷൻ. എന്തുകൊണ്ടാണ് ഈ ഫീലിങ്സ് വരുന്നത്? കാരണം ഇവിടെ സോൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് പേരുടെയും എനർജി തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും, നല്ലൊരു സിങ്ക് ഉണ്ടാവും. സോ അതന്നെയാണ് നിങ്ങൾക്കും സംഭവിച്ചിട്ടുള്ളത്. പ്രപഞ്ചവും നിങ്ങളുമായിട്ടൊരു സിങ്ക് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഇൻഡിവിജ്വൽ വൈബ്രേഷനും പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു ബീയിങ്ങിൻ്റെ കോസ്മിക് വൈബ്രേഷൻ തമ്മിൽ ദർ ഇസ് എ കണക്ഷൻ, ഒരു സിങ്ക് അവിടെ എസ്റ്റാബ്ലിഷ് ആയി. ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ചെറിയ കല്ലെടുത്ത് നോക്കിയാൽ പോലും അവിടെ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ സാധിക്കും. ആ ലൗഡ് വൺ ഫ്രണ്ടിൽ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ഇമോഷൻ ഇല്ലേ, അതേ തന്നെയാണ് നിങ്ങൾക്ക് ഓരോ കല്ലിനോടും ഓരോ പുല്ലിനോടും ആകാശത്തിലും ഓരോ ക്ലൗഡ്സിനോടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, നൗ യു ആർ കണക്റ്റഡ്. എക്സ്റ്റേണൽ വേൾഡ്, ഈ ഭൗതിക ലോകം, അവിടെയുള്ള ആൾക്കാർ, നെഗറ്റിവിറ്റി ഒന്നും നിങ്ങളെ സ്പർശിക്കില്ല. ഇനി അവ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നാലും ഈ പറയുന്ന പ്രപഞ്ചം തന്നെ ഇടപെട്ട് നിങ്ങൾ അതിനെ രക്ഷിക്കും. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ പോവും, ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പുറത്തു വരാനുള്ള വഴികൾ കാണിച്ചു തരും. ദീസ് ആർ ദ എവിഡൻസസ്. നിങ്ങൾ പലരും അവിടെ എത്തിയിട്ടുണ്ട്, പലരും ഇത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക്, നിങ്ങൾ അറിയാതെ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് പുറത്തു വരും. ഈ ഒരു സോൾമേറ്റ് സ്റ്റേറ്റിൽ നിന്ന് അറിയാതെ നിങ്ങൾ സ്ലിപ്പായിട്ട് പിന്നെയും ആ ഹ്യൂമൻ സ്റ്റേറ്റിലേക്ക് വരും. മനുഷ്യന്മാരെ കൂടുതൽ വിശ്വസിക്കും, എക്സ്റ്റേണൽ ഭൗതിക ലോകത്തിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ആവും. അപ്പോൾ പ്രപഞ്ചത്തോട് അകലും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ഡിലേ ആവാതിരിക്കുക? എങ്ങനെയാണ് ലൈഫ് ഡിഫിക്കൽട്ട് ആവാതിരിക്കുക? ഇറ്റ്സ് ഇമ്പോസിബിൾ, അല്ലേ? ഒരിക്കലും ഒരു സ്മൂത്ത്നെസ് അവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഡെയിലി യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ശീലം കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 5 or 10 minutes എങ്കിലും എല്ലാ രാത്രിയും നിങ്ങൾ ആ ഒരു ആകാശത്തോട് കണക്ട് ചെയ്തിട്ടുള്ള സമയം നിങ്ങൾ മാറ്റിവെക്കണം. ഇനി എപ്പോഴും ഞാൻ പറയുന്ന പോലെ ധ്യാനമൊക്കെ പരിശീലിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്റ്റെപ്പാണ്. യു മസ്റ്റ് ഡു ഇറ്റ്. 24/7 യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യം ഒരു മനുഷ്യന് കിട്ടാനില്ല. 24/7 യൂണിവേഴ്സിനായിട്ടൊരു ടെലിപ്പതിക് കണക്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ദെൻ വാട്ട് ഇസ് ദ പ്രോബ്ലം? നിങ്ങളവിടെ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിന് അറിയാം, എല്ലാ ഫീലിങ്സും അതിന് മനസ്സിലാവും. അതുകൊണ്ടാണ് ചില സമയത്ത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഉടനെ തന്നെ ഒരു കാര്യം പെട്ടെന്ന് മുമ്പിൽ വരുന്നത്.
എനിക്കിത് കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുമ്പോഴേക്കും അത് വന്നു. സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, ഒരിക്കലും പ്രപഞ്ചത്തോട് ഒരു ഭയത്തിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യരുത്. ഒരു സുപ്രീം ബീയിങ് എന്ന രീതിയിൽ മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലൈഫാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ അപ്രോച്ച് ചെയ്യരുത്. പകരം വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ടായി, ഒരു ഗൈഡായി മാത്രം അപ്രോച്ച് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നീങ്ങാൻ ആരംഭിക്കും. സോ ദിസ് ഈസ് ഹൗ യു എസ്റ്റാബ്ലിഷ് എ telepathic connection with the universe.